ഇന്ന് എന്റെ അപ്പാപ്പന്റെ 90ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ്സ്റ്റ് പേഴ്സൺ ആണ് അപ്പാപ്പൻ. അത് ഞാൻ അങ്ങ് ചുമ്മാ പറഞ്ഞതൊന്നല്ല. എന്റെ അമ്മാമ്മയും അപ്പാപ്പന് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. ആ സ്നേഹം കൂടിയത് ദൈവത്തിന് ഇഷ്ടാവാത്തോണ്ടാണോ എന്ന് അറിയില്ല. ദൈവം അമ്മാമ്മയെ പെട്ടെന്ന് അങ്ങ് വിളിച്ചു. അമ്മാമ്മ ഇല്ലാത്ത 33ാമത്തെ വർഷമാണ് കേട്ടോ അത്. നമ്മൾ ഈ ഈസ്റ്ററിന്റെ അന്നാണ് ബർത്ത്ഡേ ആഘോഷിച്ചത്. ബർത്ത്ഡേയുടെ അന്ന് അപ്പാപ്പൻ വേളങ്കണ്ണിയിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ നേരത്തെ അങ്ങ് ജന്മദിനം അമ്മാമ്മയുടെ വേർപാട് മാറ്റി നിർത്തി മക്കളുടെയും മരുമക്കളുടെയും പേരമക്കളുടെയും ഒക്കെ കാര്യത്തിൽ അപ്പാപ്പൻ ഭയങ്കര പ്രൗഡ് ആവണത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് ഫുഡ് സെക്ഷനിലേക്ക് കടന്നു കേട്ടോ. ഒരുപാട് തരം ഫുഡ് ഐറ്റം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ടേബിളിൽ ഇരിക്കുന്ന ഓരോ ഡിഷസും ഓരോരുത്തർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാട്ടോ. ഇത് ആക്ച്വലി നല്ലൊരു ടിപ്പാണ്. എല്ലാം ഹോം മെയ്ഡും ആണ്. എല്ലാ ആന്റിമാരുടെയും സ്പെഷ്യൽ കഴിക്കുകയും ചെയ്യാം. ഒരാൾക്ക് എല്ലാ ബർഡനും ഇരിക്കുകയും ചെയ്യില്ല. അങ്ങനെ ഈസ്റ്റർ അപ്പാപ്പന്റെ 90ാമത്തെ ബർത്ത്ഡേയും നമ്മൾ അടിപൊളിയാക്കി. അപ്പാപ്പൻ ഈ ടൈം വേളങ്കണ്ണിയിൽ ഇരുന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും മുഖം ആലോചിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. പണ്ടപ്പാപ്പൻ എപ്പോഴും വേളങ്കണ്ണി പോകുമ്പോ നമ്മൾ കളിയാക്കൂട്ടോ, അവിടെ വേറെ ഭാര്യയും മക്കളൊക്കെ ഇല്ലേന്ന്. ഞാനിപ്പോ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കായിരുന്നു, അപ്പാപ്പൻ ഇപ്പൊ എനിക്ക് വേണ്ടി എന്തായിരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ടാവാ. എന്തായാലും അത് പെട്ടെന്ന് അങ്ങ് നടക്കട്ടെ. അല്ല പിന്നെ